സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഇത്തരത്തിൽ നമ്മൾ SIP വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മാസം ഇത്തരത്തിൽ SIP ആയിട്ട് അടയ്ക്കേണ്ട തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് എന്ത് സംഭവിക്കുന്നത് ഒട്ടുമിക്ക ആളുകൾ എന്നോട് ചോദിച്ചുള്ള ഡൗട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു സംശയത്തിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ മുൻപേ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രത്യേകം എമൗണ്ട്, അത് ചിലപ്പോൾ 500 രൂപയാകാം, 1000 രൂപയാകാം, ചിലർ 10,000 രൂപ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ മുന്നേ നിശ്ചയിച്ചിട്ടുള്ള ഒരു തുക ഏതെങ്കിലും ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും അതുപോലെ തന്നെ SIP ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനെ പറ്റിയും ലംസം ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ അത് കാണാത്തവർ അത് ആദ്യം തന്നെ കാണുക. നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ മാസം ഒരു 5000 രൂപ SIP ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ആ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട്, അപ്പോൾ ഉദാഹരണത്തിന് 5000 രൂപയാണെങ്കിൽ എല്ലാ മാസവും ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ ഒരു 5000 രൂപ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഡിഡക്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മാസം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഈ ഒരു 5000 രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു അത്രയും 5000 രൂപക്ക് പകരം എൻ്റെ അക്കൗണ്ടിൽ 2000 രൂപ ഉള്ളൂ എങ്കിൽ ആ സമയത്ത് നമ്മുടെ ബാങ്കിൻ്റെ സൈഡിൽ നിന്നും ആ ഒരു റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് ഞാൻ എൻ്റെ ഒരു റിയൽ ലൈഫ് കേസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു പേയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആർക്കെങ്കിലും ഒരു 5000 രൂപയുടെ ചെക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ അദ്ദേഹം ആ ഒരു ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് എൻ്റെ അക്കൗണ്ടിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആ ഒരു 5000 രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ആ ചെക്ക് ബൗൺസ് ആവും. അപ്പോൾ ഈ ചെക്ക് ബൗൺസ് ആവുന്നതുകൊണ്ട് നമ്മുടെ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ ഒരു ചെറിയൊരു ഫൈൻ ഈടാക്കും. അപ്പോൾ ഈ ഒരു ഫൈൻ ഈടാക്കുന്ന ഒരു തുക എന്ന് പറഞ്ഞാൽ ഓരോ ബാങ്കിനും ഡിപ്പെൻഡ് ചെയ്തേക്കും. അപ്പോൾ ഓരോ ബാങ്കിൽ നിന്ന് ഒരു 150 രൂപ മുതൽ 700-800 രൂപ വരെ ഉള്ള ഒരു റേഞ്ചിലായിരിക്കും ഇത്തരത്തിൽ ഫൈൻ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇതേ കേസ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിലും SIP ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത്, അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു SIP എമൗണ്ട് ഇല്ലെങ്കിൽ ഇതേ സംഭവം തന്നെയാണ് നടക്കുന്നത്. അതായത് ചെക്ക് ബൗൺസ് ആവുന്നത് പോലെ ആ ഒരു റിക്വസ്റ്റ് ബൗൺസ് ആവും. അപ്പോൾ അത്തരത്തിൽ റിക്വസ്റ്റ് ബൗൺസ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ചെറിയൊരു ഫൈൻ ഈടാക്കും. അതായത് ആ ഒരു ഓരോ ബാങ്കിനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഒരു 150 രൂപ മുതൽ 700 രൂപ വരെ ഫൈൻ എമൗണ്ട് നമ്മൾ ആ ഒരു ചെക്ക് ആ ഒരു റിക്വസ്റ്റ് ബൗൺസ് ആവുന്നതുകൊണ്ട് നമ്മൾ ആ ബാങ്ക് ഫൈനായിട്ട് അടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഇത്തരത്തിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു മാസം നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് ഇല്ലെങ്കിൽ, SIP ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട എമൗണ്ട് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം ആണ് ഈ ഒരു ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ തുടർന്നുള്ള മാസങ്ങളിലും നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് മാസം റിക്വസ്റ്റ് ചെയ്തു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രോസസ് അവിടെ കംപ്ലീറ്റ് ആയി. പിന്നെ അവർ വീണ്ടും ഈ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് അടുത്ത മാസം അതേ ഡേറ്റിലായിരിക്കും വീണ്ടും ഇവർ ഈ പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായ 3 മാസം ഇത്തരത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്കിൻ്റെ എൻഡിൽ നിന്നും ഈ ഒരു പ്രോസസ്സ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 3 മാസം ഈ ഒരു SIP എമൗണ്ട് അടക്കേണ്ട തുക നമ്മുടെ ബാങ്കിൽ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത്തരത്തിൽ 3 പ്രാവശ്യം റിജക്റ്റ്, തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് 3 പ്രാവശ്യം റിജക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു 3ാമത്തെ മാസത്തോടു കൂടി നമ്മുടെ ഈ ഒരു SIP ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി അവിടെ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു 2 പ്രോസസ്സാണ് മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ സഫിഷ്യന്റ് ബാലൻസ് ഇല്ലെങ്കിൽ നടക്കുന്ന 2 കാര്യങ്ങൾ. അതായത് ഒന്നാമത് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു ഫൈൻ ഈടാക്കുന്നത്, അതുപോലെ തന്നെ തുടർച്ചയായി 3 മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ ഒരു SIP അവിടെ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ നിരവധി പേർക്ക് ഉണ്ടായിരുന്ന ഡൗട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ നിരവധി പേർക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ സംശയം ഇതുപോലെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ഞാൻ ഇതുപോലെ വീഡിയോയിലൂടെ തരാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, താങ്ക് യു.